മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യപ്രതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ US സുപ്രീം കോടതി ആഴ്ചകൾക്ക് മുമ്പ് ഉത്തരവിട്ടെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അതിന് കാരണമുണ്ടായിരുന്നു. ഇന്ത്യയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി US-ലെത്തിയത് കുടിയേറ്റ വിഷയം സംസാരിക്കാനും തഹാവൂർ റാണയെ വിട്ടുകിട്ടാനും മാത്രമാണെന്ന് കരുതിയവർക്ക് തെറ്റി. ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് ലോകരാഷ്ട്രങ്ങൾ നിൽക്കണം, പ്രത്യേകിച്ച് ഇന്ത്യയും US-ഉം ഒരുമിച്ച് നിൽക്കണമെന്ന് ട്രംപിനെ കൊണ്ട് പറയിപ്പിച്ച മോദി മറ്റു ചില ഭീകരരെ കൂടി ഇന്ത്യക്ക് കൈമാറണമെന്നും അതിനുള്ള കാര്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ശക്തമായി തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അതിനാണ് പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കം നരേന്ദ്രമോദിയുടെ ഒപ്പം US-ലെത്തിയത്. അങ്ങനെ മുംബൈ ഭീകരാക്രമണ കേസിൽ മുഖ്യപ്രതി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ കൂടി കൈമാറണമെന്ന് US-നോട് ഇന്ത്യ ആവർത്തിച്ചിരിക്കുന്നു. നേരത്തെ ഈ ആവശ്യം US തള്ളിയതാണ്. ഇതുപോലെ തഹാവൂറിൻ്റെ കൈമാറണമെന്ന ആവശ്യം തള്ളിയതാണ്. പിന്നീട് US കോടതി സുപ്രീം കോടതി ഉത്തരവിട്ടു. ബൈഡൻ ഭരണകൂടം അനുവദിക്കുകയും ചെയ്തു. ഇപ്പോൾ പുതുതായി വന്ന ട്രംപ് ഭരണകൂടം അതിനുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിനിടെ കൈമാറാനുള്ള 8 പേരുടെ പട്ടികയാണ് US-ന് കൈമാറിയത്. 8 ഭീകരരുടെ. ഗുണ്ടാ നേതാക്കളായ അൻമോൾ ബിഷ്ണോയ്, ഗോൾഡി ബ്രാർ എന്നിവരും പട്ടികയിലുണ്ട്. NCP നേതാവും മഹാരാഷ്ട്ര മുൻ മന്ത്രിയുമായ ബാബ സിദ്ദിഖിൻ്റെ കൊലപാതക ഗൂഢാലോചനയിലെ മുഖ്യ സൂത്രധാരനാണ് അൻമോൾ ബിഷ്ണോയ്. പഞ്ചാബി ഗായകൻ സിദ്ധു മൂസവാല കൊലക്കേസിലെ മുഖ്യ പ്രതിയാണ് ഗോൾഡി ബ്രാർ. പാക് വംശജനായ US പൗരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി 2008 നവംബർ 26-ന് മുംബൈയിൽ 166 പേരുടെ മരണത്തിൽ കലാശിച്ച ആ കൂട്ടക്കൊലയിലെ നിർണായകമായ പ്രതിയാണ്, പങ്കാളിയാണ്. ഇതിന് 2013 US ഫെഡറൽ കോടതി 35 വർഷം തടവാണ് ഹെഡ്ലിക്ക് വിധിച്ചത്. ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതിയുമായി US-ൽ നിന്ന് വിമാനം കയറാൻ ശ്രമിക്കുന്നതിനിടെ FBI 2009 ചിക്കാഗോ രാജ്യാന്തര വിമാനത്താവളത്തിൽ വച്ചാണ് ഹെഡ്ലിയെ അറസ്റ്റ് ചെയ്തത്. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ നേരത്തെ അമേരിക്ക തയ്യാറായിരുന്നു. തഹാവൂർ റാണ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി US സുപ്രീം കോടതി തള്ളിയതോടെയാണ് ഇന്ത്യക്ക് പ്രതിയെ കൈമാറാൻ അനുമതി നൽകിയത്. നേരത്തെ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരത്തെ തന്നെ കുറ്റവാളികളെ കൈമാറുന്ന ഉടമ്പടി കരാർ നിലനിൽക്കുന്നുണ്ട്. ഈ ഉടമ്പടി പ്രകാരമാണ് തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുക. ഇന്ത്യക്ക് കൈമാറാൻ പാടില്ല, തന്നെ അമേരിക്കയിൽ തന്നെ തടവിൽ കഴിയാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് റാണ കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ഡിസംബറിന് അമേരിക്കൻ സോളിസിറ്റർ ജനറൽ റാണയുടെ ഹർജി പരിഗണിക്കരുതെന്നും അത് തള്ളണമെന്നും ശക്തമായി ആവശ്യപ്പെട്ടു. ദക്ഷിണ മുംബൈയിലെ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ, താജ്മഹൽ പാലസ്, ഛത്രപതി ശിവാജി ടെർമിനൽ, നരിമൻ പോയിന്റിലെ ഒബറോയ് ടൊറന്റ് ഹോട്ടൽ എന്നിവിടങ്ങളിലാണെന്ന് ഭീകരർ ആക്രമണം അഴിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഗോൾഡി ബ്രാർ ആയാലും അൻമോൾ വൈഷ്ണോയ് അടക്കമുള്ള ഏത് പ്രതിയായാലും ഇന്ത്യയുടെ വാണ്ടഡ് ലിസ്റ്റിലുള്ള സുപ്രധാന പ്രതികളെ ഇന്ത്യക്ക് തന്നെ കൈമാറണം. കാരണം ഇവരെല്ലാം US-ൽ വിവിധ കേസുകളിൽ ഒന്നുകിൽ US സർക്കാരിൻ്റെ നോട്ടപ്പുള്ളികളാണ്, അല്ലെങ്കിൽ ജയിലിലുമാണ്. അവിടെ ഇന്ത്യക്കെതിരെ US-ൽ നിന്നുകൊണ്ട് ഖലിസ്ഥാൻ അനുകൂല നിലപാടെടുക്കുന്ന ഗോൾഡി ബ്രാർ അടക്കം കൊടും ഭീകരരായി തന്നെയാണ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോഴും അവരെ കാണുന്നത് അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിലേക്കുള്ള അമേരിക്ക കടത്തിവിട്ട അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക എങ്ങനെയാണോ ഫെഡറൽ കുറ്റവാളികളെ കാണുന്നത്, അതുപോലെ തന്നെയാണ് ഈ ഇന്ത്യ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന 8 കുറ്റവാളികളെയും ഇന്ത്യ കാണുന്നത് കൊടും കുറ്റവാളികളായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ കൈമാറണമെന്ന് ഇന്ത്യ വളരെ ശക്തമായി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ശക്തമായി ട്രംപിനോടും ട്രംപ് ഭരണകൂടത്തോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.